Hello, I am Dr. Abbas Vatoli, Assistant Professor, Amal College of Advanced Studies, Nilam. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ഇന്ത്യസ് ഓൺ അസറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് തേർഡ് സെമസ്റ്റർ BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ മോഡ്യൂൾ 2ലാണ് കവർ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് IFRS എന്ന് പറയുന്നത്. ഇന്ത്യ 2017 മുതൽ IFRS അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. IFRSനെ അതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളെ IFRS സ്റ്റാൻഡേർഡ്സുകളുമായിട്ട് കൺവേർജ് ചെയ്യാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ IFRS സ്റ്റാൻഡേർഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, കൺവേർജ്ഡ് വിത്ത് IFRS എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ IFRS സ്റ്റാൻഡേർഡുകൾ 2 കാറ്റഗറിയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് 2001 നിലവിൽ വരുന്നത്. 2001 മുമ്പും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഉണ്ടായിരുന്നു. അന്ന് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ IAS എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ IFRS ഫൗണ്ടേഷൻ വന്നതിന് ശേഷമാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ IFRS എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് വിത്ത് IFRS എന്ന് പറയുന്നത് IndAS 1 ആണ്. അത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ IFRS 1 എന്ന് പറയുന്നത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IndAS 101 ആണ്. ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ ടോട്ടൽ 41 IFRS സ്റ്റാൻഡേർഡ്സുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് IndAS ഓൺ അസറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മൊത്തം 41 സ്റ്റാൻഡേർഡുകൾ നമുക്ക് പല രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് ആണ്. അസറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ അസറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്നുള്ള രീതിയിൽ. അതിൽ ഇമ്പോർട്ടൻറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് IndAS 2 ഇൻവെൻറ്ററീസ്, സെക്കൻഡ് IndAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ദെൻ IndAS 23 ബോറോവിംഗ് കോസ്റ്റ്, ദെൻ IndAS 38 ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിൽ ഫസ്റ്റ് IndAS 2 ഇൻവെൻറ്ററീസ്. ഈ മോഡ്യൂളിൽ നമ്മൾ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെയും നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെയും ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, ഡിസ്ക്ലോഷർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ചെറിയൊരു സോൾവ്ഡ് പ്രോബ്ലം. അപ്പോൾ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് ടു പ്രിസ്ക്രൈബ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻവെൻറ്ററീസ് എന്നാണ്. അതുപോലെ deal with the determination of cost and its subsequent recognition as expense. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ഇൻവെൻറ്ററീസ് എക്സെപ്റ്റ് IndAS 32 ആൻഡ് 109. അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ IndAS 41 ബയോളജിക്കൽ അസറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിനൊഴികെ ബാക്കിയുള്ള എല്ലാ തരം ഇൻവെൻറ്ററീസിനും സ്റ്റോക്കിനും ഈ സ്റ്റാൻഡേർഡ് അപ്ലിക്കബിൾ ആണ്. ഇനി മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററീസ് മെഷർ ചെയ്യുന്നത് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നുള്ളതാണ്. അഥവാ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ഇൻവെൻറ്ററി അഥവാ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെൻറ്ററി. ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് ആ വിലയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇതിനെ മെഷർ ചെയ്യേണ്ടത്. ഇനി കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ, അതുപോലെ കോസ്റ്റ് ടു ബ്രിങ് ഇൻ ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. ഇതെല്ലാം കൂടി കൂടിയതാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. സാധാരണഗതിയിൽ മാർക്കറ്റിൽ വിറ്റാൽ ഇതിന് കിട്ടാവുന്ന വിലയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിൽ ലോവസ്റ്റ് ഏതാണോ അതാണ് ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻവെൻറ്ററീസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അഥവാ ഇൻവെൻറ്ററീസ് സെല്ല് ആയിപ്പോയാൽ അതിൻ്റെ ക്യാരിങ് എമൗണ്ടിനെ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുക.
അതുപോലെ ഇൻവെൻട്രീസിൽ ഇനി റൈറ്റ് ഡൗൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെൻട്രിയുടെ റൈറ്റ് ഡൗണിൽ ഇനി റിവേഴ്സൽസ് ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പെൻസ് എന്ന് റിഡക്ഷൻ, ഇൻവെൻട്രിയുടെ റിഡക്ഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി ഇൻവെൻട്രീസ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്ത് ഏതാണെന്നുള്ളത്, മെഷറിങ് ഇൻവെൻട്രീസിൽ ഏതാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ ക്യാരിങ് എമൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചുള്ള ആ ക്ലാസിഫിക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ ഇൻവെൻട്രീസ് ക്യാരീഡ് അറ്റ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ്, അതിൻ്റെ ഫെയർ വാല്യൂന്ന് അതിൻ്റെ കോസ്റ്റ് കുറച്ചിട്ട് നമ്മൾ ഇൻവെൻട്രീസ് ക്യാരി ചെയ്യുന്നത് അത് ഡിസ്ക്ലോസ് ചെയ്യണം. എമൗണ്ട് റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ്സ് ഓർ ലോസ്, നേരത്തെ പറഞ്ഞ വാല്യുവേഷൻ ഇൻക്രീസ് ചെയ്യുക, അതേപോലെ തന്നെ റൈറ്റ് ഡൗൺ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ റിവേഴ്സലിന് സമയത്തൊക്കെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ ഇൻവെൻട്രീസ് പ്ലെഡ്ജ്ഡ് ആസ് സെക്യൂരിറ്റി, വേറെ എവിടെയെങ്കിലും ലോൺ എടുക്കാനൊക്കെ ഇൻവെൻട്രീസ് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിസ്ക്ലോസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിന്, ക്യൂ ആൻഡ് കമ്പനി പർച്ചേസ്ഡ് 1 lakh kilogram at 100 each of raw material and induced it into the production process and gets 85,000 kg as output. Normal wastage 10%. In the process of the company, incurred the following expense: labor 5 lakh, variable overhead 1 lakh, fixed overhead 1 lakh, which includes finance charge 35,850. ഈ മാസം അവസാനം 75,000 ബാഗാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. അത് സോൾഡ് ചെയ്തു ആൻഡ് 75,000 സെല് ചെയ്തു ആൻഡ് ബാക്കിയുള്ളത് ക്ലോസിങ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഈസ് 115 per kg ആണെങ്കിൽ ഈ ക്ലോസിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പർച്ചേസ് കോസ്റ്റ് മെറ്റീരിയലിന് 1,00,000 × 100 1 കോടി രൂപ വരും. ദെൻ ഡയറക്റ്റ് ലേബർ 5 ലക്ഷം, വേരിയബിൾ 1,00,000. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 1,06,00,000. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 1,06,00,000 ഡിവൈഡ് ബൈ 90,000 ആണ് എടുക്കേണ്ടത്. കാരണം 10% ആണ് വേസ്റ്റേജ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 1 lakhന്റെ 10% കുറച്ചിട്ട് 90,000, അപ്പോൾ 117.78 കിട്ടും. ഫിക്സഡ് ഓവർഹെഡ്, അതിൽ ഫിനാൻസ് കോസ്റ്റ് ഒഴിവാക്കിയിട്ട് ഉള്ളതിനെ 90,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.71 പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 118.49. ഇതിൻ്റെ മാർക്കറ്റിലെ അവസാനത്തെ ദിവസത്തെ വാല്യൂ എന്ന് പറയുന്നത് 115 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നതാണ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ 115. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് വെച്ചിട്ടാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അവസാനം മൊത്തം നമ്മൾ 90,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ 85,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 75,000 യൂണിറ്റ് സെല് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 10,000 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇൻവെൻട്രിയുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 10,000 × 115 ആയിട്ടുള്ള ഇൻവെൻട്രി വാല്യുവേഷൻ പ്രൈസ് ആണ്. അങ്ങനെ 11,50,000 ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ 16 ആണ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ടു പ്രിസ്ക്രൈബ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്നാണ്. അതുപോലെ ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലിക് ടു ഇൻ അക്കൗണ്ടിങ് ഫോർ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എക്സെപ്റ്റ് വെൻ അനദർ സ്റ്റാൻഡേർഡ് റിക്വയേഴ്സ് ഓർ പെർമിറ്റ്സ് എ ഡിഫറെന്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അഥവാ പ്രത്യേകം വേറെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് അപ്ലിക്കബിൾ ആവുക എന്ന് പറയുന്ന ചില അസറ്റുകൾക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഇന്ത്യ 16. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ 105 അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ എന്നാണ്. അവിടെ 105 പ്രകാരമാണ് വാല്യൂ ചെയ്യുന്നത്. അഗ്രികൾച്ചറിൽ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ അസറ്റ് 41 പ്രകാരമാണ് വാല്യൂ ചെയ്യുന്നത്. 106 മിനറൽ റിസോഴ്സസിന്റെ വാല്യൂഷനൊക്കെ അങ്ങനെ പറയുന്നത്. അല്ലാത്ത ഈ നാച്ചുറലുള്ള ഫിക്സഡ് അസറ്റ്സുകളൊക്കെ വാല്യൂ ചെയ്യാൻ ഇന്ത്യ 16 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ റെക്കഗ്നിഷൻ ആണ്, പ്രോപ്പർട്ടിയുടെ കോസ്റ്റിന്റെ റെക്കഗ്നിഷൻ ആണ് പറയുന്നത്. അത് ഒരു പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒന്ന്, ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഐറ്റം വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. നമുക്ക് അതിൽ നിന്ന് ഭാവിയിൽ കമ്പനിക്ക് ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളൊരു ധാരണ വേണം. രണ്ട്, അതിൻ്റെ കോസ്റ്റ്
റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയണം. എന്നാൽ മാത്രമേ ഒരു പ്രോപ്പർട്ടിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. അതേ സമയത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് പർച്ചേസ് പ്ലസ് ഡ്യൂട്ടീസ്, അതോ ടാക്സസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ മറ്റു ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പെൻസസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ കോസ്റ്റ് ഓഫ് ഹാൻഡ്ലിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ദെൻ റെക്കഗ്നിഷന് ശേഷം ഇതിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് വെച്ചാൽ അറ്റ് കോസ്റ്റ് മോഡൽ ഓർ റിവാലുവേഷൻ മോഡൽ. കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഇതിൽ കോസ്റ്റ് മോഡലിലോ അല്ലെങ്കിൽ റിവാലുവേഷൻ മോഡലിലോ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇനി പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, മെഷർമെന്റ് ബേസിസ് ഏതാണ് എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ മെത്തേഡ് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ അതിന് യൂസ്ഫുൾ ലൈഫ് എത്രയാണ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ റേറ്റ് എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. ഗ്രോസ് ക്യാരിങ് എമൗണ്ടും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഇത്രയും വിവരങ്ങളൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആസ് പെർ ഇന്ത്യ 16 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ പ്ലാന്റ് 19 ലക്ഷം, കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ദ പ്ലാന്റ് 5,30,000, ഇൻസ്റ്റലേഷൻ ചാർജ് 60,000, കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് 40,000, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് 40,000, സെയിൽസ് പ്രൊസീഡ്സ് ഫ്രം ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ടെസ്റ്റിംഗ് 10,000, റിബേറ്റ് അലൗഡ് ബൈ ദ സപ്ലയർ 3%, സബ്സിഡി ഫ്രം ദ ഗവൺമെന്റ് 2 lakh. ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പർച്ചേസ് ചെയ്ത പ്ലാന്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം കോസ്റ്റ് പ്രൈസ് എഴുതി 19 ലക്ഷം, അതിൽ നിന്ന് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടല്ലോ, ഡിസ്കൗണ്ട് അത് കുറക്കണം. സെല്ലർ അനുവദിച്ചാണ് 57,000, അപ്പോൾ 18,43,000 ആയി. ദെൻ ആഡ് കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ അല്ലെ, ഇതിന്റെ വാങ്ങിക്കാൾ പർച്ചേസ് കോസ്റ്റ് മാത്രമല്ല പ്ലസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും അനുവദിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സൈറ്റ് പ്രിപ്പറേഷൻ 530, ഇൻസ്റ്റലേഷൻ ചാർജ് അനുവദിക്കും 60,000. ദെൻ കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് 40,000 വന്നിട്ടുണ്ട്, ലെസ് സെയിൽ പ്രൊസീഡ്സ്, ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് വിറ്റപ്പോൾ 10,000 കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നെറ്റ് കോസ്റ്റ് 30,000. ദെൻ ലെസ് സബ്സിഡി 2 ലക്ഷം ഗവൺമെന്റിൽ നിന്ന്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 പ്രകാരം അതിൻ്റെ വാല്യൂ നമ്മളതിനെ മെഷർ ചെയ്യേണ്ട വാല്യൂ 22,63,000. ഇവിടെ അനുവദിക്കാത്തത് ഇത് മാത്രമേ ഉള്ളൂ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് നമ്മൾ അനുവദിച്ചിട്ടില്ല. ബാക്കിയുള്ള ഇതുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നാച്ചുറൽ എക്സ്പെൻസുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഇനി ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു അസറ്റ് അതിന് 10,000 രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ്, യൂസ്ഫുൾ ലൈഫ് 10 years എന്നുള്ളായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്, റെസിജ്വൽ വാല്യൂ 2,000 ഉണ്ട്. 2 yearsന് ശേഷം അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് 4 വർഷമാക്കിയിട്ട് എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ ആദ്യത്തെ 3 വർഷത്തേക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 10,000 രൂപയാണ്. അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 800 ആണ് കിട്ടുക. എങ്ങനെ കിട്ടുക വെച്ചാൽ 10,000 മൈനസ് 2,000 രൂപ നമ്മൾ ഏതിന് വേണ്ടിയിട്ട് ലെസ് ചെയ്യണം, 10,000 മൈനസ് 2,000 എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ്, അത് 8,000 വരും, ഡിവൈഡഡ് ബൈ 10, 10 വർഷത്തേക്കാണ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഒരു വർഷം ഡിപ്രീസിയേഷൻ എഴുതിത്തരണം 800 ആണ്, 800 വരും. അപ്പോൾ 10,000 മൈനസ് 800 കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരിങ് എമൗണ്ട് 9,200. സെക്കൻഡ് ഇയറിൽ 10,000 ആണ് കോസ്റ്റ്, വീണ്ടും ഈ 800 ആണ് ഡിപ്രീസിയേഷൻ വരിക. അപ്പോൾ 1,600 ടോട്ടൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയി. അപ്പോൾ 8,400 ആണ് അതിൻ്റെ ക്യാരിങ് എമൗണ്ട് ഉണ്ടാവുക. 2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്, യൂസ്ഫുൾ ലൈഫ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10,000 ആണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അന്നും. ദെൻ അതിന് ഡിപ്രീസിയേഷൻ കാണണമെങ്കിൽ 8,400 പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്, അതിൽ നിന്ന് 2,000 സ്ക്രാപ്പ് വാല്യൂ കുറച്ചു, ഡിവൈഡഡ് ബൈ ഇനി 4 വർഷം കൂടി യൂസ്ഫുൾ ലൈഫ് ഉള്ളൂ. അപ്പോൾ ഒരു വർഷം ഇനി 1,600 വെച്ചിട്ട് എഴുതി തള്ളണം. അപ്പോൾ 1,600ഉം 1,600ഉം കൂടി കൂട്ടുമ്പോൾ മൊത്തം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 3,200 ആയി. അപ്പോൾ അതിൻ്റെ ക്യാരിങ് എമൗണ്ട് 6,800 ആണ് ഉണ്ടാവുക. അടുത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IAS 23 ബോറോവിങ് കോസ്റ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ബോറോവിങ് കോസ്റ്റ് എന്നാണ്. ബോറോവിങ് കോസ്റ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എല്ലാ അസറ്റുകളുമായി ബന്ധപ്പെട്ടത് അപ്ലൈ ചെയ്യും. 2 types of assets that would otherwise be qualifying assets are excluded from the scope. ഇതിൻ്റെ സ്കോപ്പിൽ നിന്ന് 2 തരം അസറ്റുകൾ, ഒന്ന് ബയോളജിക്കൽ അസറ്റും മറ്റൊന്ന്
നമ്മൾ ഇൻവെൻറ്ററീസ് ദാറ്റ് ആർ മാനുഫാക്ചേർഡ് ഓർ അതർവൈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓൺ എ റെപ്പിറ്റേറ്റീവ് ബേസിസ് ആൻഡ് ദാറ്റ് ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരിയഡ് ടു ഗെറ്റ് റെഡി ഫോർ സെയിൽ. എക്സാമ്പിളായിട്ട് പറയുന്നത് മെച്യൂറിങ് വിസ്കി ആണ്. ഇതുപോലത്തെ 2 അസറ്റുകൾ ഒഴികെ ബാക്കി എല്ലാത്തിനും ഇത് അപ്ലിക്കബിൾ ആണ് എന്നാണ്. ഈ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബോറോവിങ് കോസ്റ്റ് എന്ന് പറയുന്നത്? ബോറോവിങ് കോസ്റ്റിന് ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു ദ അക്വസിഷൻ, construction, production, qualifying asset in the form part of cost of that asset and therefore should be capitalized. അഥവാ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് ആണെങ്കിൽ അതിനെയും കൂടി എന്ത് ചെയ്യാം, അസറ്റിന്റെ പ്രൈസിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. മറ്റുള്ള ബോറോയിങ് കോസ്റ്റുകളൊക്കെ എക്സ്പെൻസ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇത് മെഷർ ചെയ്യേണ്ടത്, ബോറോയിങ് കോസ്റ്റ് മെഷർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ലെസ് എനി ഇൻകം ഏൺഡ് എന്നാണ്. നമുക്ക് എത്രയാണ് ശരിക്കും ചിലവായത്, അതിൽ നിന്ന് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇൻകം ഏൺ ചെയ്തേക്കണമെങ്കിൽ അത് കുറച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് മെഷർ ചെയ്യേണ്ടത്. അതുപോലെ ഒരു ജനറൽ പൂളിൽ നിന്നാണ് ഈ ഫണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, അല്ലെ ഈ ഫണ്ട് ബോറോ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം ആ ബോറോയിങ് കോസ്റ്റ് ടു ദ പെർട്ടിക്കുലർ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡിസ്ക്ലോഷർ ഓഫ് ബോറോയിങ് കോസ്റ്റ് എന്തെല്ലാം ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്ന്, എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്, അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ബോറോയിങ്, ഏത് റേറ്റിലാണ് ക്യാപിറ്റലൈസ് ചെയ്ത് എന്നുള്ളതും ഡിസ്ക്ലോസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആൽഫ ഓൺ 1st April 2021 ബോറോഡ് 9% 30 lakh to finance the construction of 2 qualifying assets. Construction started on 1st April 2011. The loan facility was availed on 1st April 2021 തന്നെ എടുത്തിട്ടുണ്ട്, എല്ലാം ഒരേ ഡേറ്റ് ആട്ടോ, and was utilized as follows with remaining fund invested temporarily at 7%. അപ്പോൾ April 1, 2021 30 ലക്ഷം രൂപ ലോൺ അവൈൽ ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് 9%. അതിൽ ഉപയോഗിക്കാത്ത ഫണ്ട് അവർ വേറെ സ്ഥലത്ത് 7% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് എങ്ങനെയാ വെച്ചാൽ 1st April 5 ലക്ഷം ഉപയോഗിച്ച് ബിൽഡിംഗ് വാങ്ങിച്ചു, ബിൽഡിംഗ് ഉണ്ടാക്കി, വേറെ ഒക്ടോബറിൽ വീണ്ടും ഒരു 5 ലക്ഷം ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. ഓഫീസ് ബിൽഡിങ്ങിന് അതുപോലെ ഏപ്രിലിൽ 10 ലക്ഷവും ഒക്ടോബറിൽ 10 ലക്ഷം മുടക്കിയിട്ടുണ്ട്. നമ്മളോട് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആൻഡ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫാക്ടറി ബിൽഡിങ്ങിന് നമ്മൾ 10 ലക്ഷം രൂപ മൊത്തം April 1 ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ 9% 90,000 കിട്ടും. ലെസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം, അതിൽ 5 ലക്ഷം ഏപ്രിലിൽ മുടക്കിയിട്ടുള്ളൂ, ബാക്കി 5 ലക്ഷം ഒക്ടോബർ വരെ നമ്മൾ 7% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ 6 മാസം ഉണ്ട്, 5 ലക്ഷം ഇൻറ്റു 7% ഇൻറ്റു 6/12 എന്ന് പറഞ്ഞാൽ 17,500. അപ്പോൾ അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് നെറ്റായിട്ട് 72,500 ആണ്. ഇതേപോലെ ഓഫീസ് ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ മൊത്തം 20 ലക്ഷം ഏപ്രിൽ തന്നെ ലോൺ എടുത്തു, അതിൻ്റെ 1,80,000 വരും 9%. അതിൽ ആദ്യത്തെ 6 മാസം നമ്മളൊരു 10 ലക്ഷം വേറെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് 7% വെച്ച് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ 35,000. അപ്പോൾ നെറ്റ് ബോറോയിങ് കോസ്റ്റ് 1,40,40,000. ഇതൊരു ക്യാപിറ്റൽ നാച്ചർ ആയതുകൊണ്ട്, അതായത് ഒരു ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ബോറോയിങ് കോസ്റ്റ് ആയതുകൊണ്ട് ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാങ്ങാൻ വേണ്ടി എക്സ്പെൻഡിച്ചർ ആദ്യത്തതിന് 10 ലക്ഷവും ദെൻ ഓഫീസ് ബിൽഡിങ്ങിന് 20 ലക്ഷമായി, അതിൻ്റെ കൂടെ ബോറോയിങ് കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ആയിട്ടുള്ള 10,72,500 ആയിരിക്കും ആ അസറ്റിൻ്റെ ഇനി മുതലുള്ള കോസ്റ്റ്. അതുപോലെ ഓഫീസ് ബിൽഡിങ്ങിൽ 21,40,000. നെക്സ്റ്റ്, ഇന്ത്യ has 38 intangible assets. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് പ്രിസ്ക്രൈബ് ദ accounting treatment for intangible assets that are not dealt with specifically in another standard. അതുപോലെ ഇതിൻ്റെ സ്കോപ്പ് ഇത് applicable to all intangible assets എന്നാണ്, എക്സെപ്റ്റ് അതർവൈസ് സ്പെസിഫൈഡ് എന്നല്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ്സ് ആണ് വിതൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മേ അറൈസ് ഫ്രം അക്വസിഷൻ, ബിസിനസ് കോമ്പിനേഷൻ, ഗവൺമെൻറ് ഗ്രാൻഡ്, ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ എക്സെട്ര. ഇങ്ങനെയൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ജനറേറ്റ് ആവുക. ദെൻ റെക്കഗ്നിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് അതിൽ നിന്ന് ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യണം, അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റണം.
ദെൻ അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇതിനെ കോസ്റ്റ് ബേസിലും സബ്സിക്വൻ്റ് ആയിട്ട് പിന്നീട് കോസ്റ്റ് ഓർ റിവാലുവേഷൻ മോഡൽ ഏതിലാണെങ്കിൽ മെഷർ ചെയ്യും. അതുപോലെ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മളതിന് അമോർട്ടൈസേഷൻ വേണ്ടി വരും. അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ അമോർട്ടൈസേഷൻ്റെ ആവശ്യം ഇല്ല. ഇത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്, അതുപോലെ അമോർട്ടൈസേഷൻ റേറ്റ്, അമോർട്ടൈസേഷൻ മെത്തേഡ്, ഗ്രോസ് ക്യാരിങ് എമൗണ്ട്, അതുപോലെ അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസസ്, ഇതൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് എക്സ് ലിമിറ്റഡ് 30 ഏപ്രിൽ 2021 പർച്ചേസ് കൺസിഡറേഷൻ 50 ലക്ഷം കൊടുത്തിട്ട് ഫെയർ വാല്യൂ ഓഫ് ടാഞ്ചിബിൾ അസറ്റ് 45 ലക്ഷം വരുന്നുണ്ട്. കമ്പനി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഫെയർ വാല്യൂ ഇൻ പ്രോസസ് റിസർച്ച് പ്രോജക്റ്റ് ഈസ് 10 lakh ആണ്. നോ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അക്വയർഡ് ബൈ എക്സ് ലിമിറ്റഡ്. ഫർദർ കോസ്റ്റ് ഇൻകേർഡ് ബൈ എക്സ് ലിമിറ്റഡ് ഇൻ റിലേഷൻ ടു ദാറ്റ് റിസർച്ച് പ്രോജക്റ്റ് ആസ് ഫോളോസ്: 5 ലക്ഷം റിസർച്ച് എക്സ്പെൻസ്, 2 ലക്ഷം ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, 7 ലക്ഷം ഫർദർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആഫ്റ്റർ ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്നിട്ട് ചോദ്യമാണ് ദ എമൗണ്ട് ദ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഷുഡ് ബി മെഷേർഡ്. ഇന്ത്യ AS 38 പ്രകാരം എത്ര എമൗണ്ടിൻ്റെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്? ഒരു കമ്പനി വേറെ കമ്പനിനെ അക്വയർ ചെയ്യുകയാണ്, 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്, 45 ലക്ഷമാണ് കമ്പനിയുടെ വാല്യുവേഷൻ വരുന്നത്. അതിൻ്റെ പുറമെ 10 ലക്ഷം രൂപയുടെ ഒരു ഇൻ ഹൗസ് റിസർച്ച് പ്രൊജക്റ്റ് എന്തുണ്ട്, ഫെയർ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസർച്ച് എക്സ്പെൻസ് ആയിട്ട് 5 ലക്ഷവും ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ആയിട്ട് 2 ലക്ഷവും പിന്നെ ഫർദർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആയിട്ട് 7 ലക്ഷം സ്പെൻഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ലിമിറ്റഡ് ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്ന അക്വയർഡ് ഇൻ ഹൗസ് റിസർച്ച് പ്രൊജക്റ്റ് 10 ലക്ഷം രൂപയും അതുപോലെ റിസർച്ച് കോസ്റ്റ് ആയിട്ടുള്ള 5 ലക്ഷം 2 ലക്ഷം വന്നുള്ളത് എസ്റ്റാബ്ലിഷിംഗ് ടെക്നിക്കൽ ഫീസിബിലിറ്റി ഷുഡ് ബി ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്, ഈ 5ഉം 2ഉം. കോസ്റ്റ് ഇൻകേർഡ് ഫ്രം ദ പോയിന്റ് ഓഫ് ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ഓർ അസറ്റ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ അണ്ടിൽ ദ ടൈം വെൻ ദ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആർ ഇൻകേർഡ് ആർ ക്യാപിറ്റലൈസ്ഡ്. അതിനുശേഷം വന്ന ഈ 7 ലക്ഷത്തിന് ക്യാപിറ്റലൈസും ചെയ്യാം. അതുകൊണ്ട് ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം പ്ലസ് 7 ലക്ഷം 17 ലക്ഷമാണ്. ഈ 5 ലക്ഷവും 2 ലക്ഷവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട് എഴുതിത്തള്ളാണ് വേണ്ടത്. ബാക്കിയുള്ള എമൗണ്ടിനെയാണ് അസറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.